ഇത് നമ്മൾ തേർഡ് ടൈം അല്ലേ ചെയ്യുന്നത്? ബയോട്ടിൻ സെക്കൻഡ് ടൈം. ബയോട്ടിൻ, ബോട്ടോക്സ്, ബയോട്ടിൻ. അതെ, ഫസ്റ്റ് നമ്മൾ ബയോട്ടിൻ ചെയ്തു, സെക്കൻഡ് ബൊട്ടോക്സ് ചെയ്തു, തേർഡ് വീണ്ടും ബയോട്ടിൻ ചെയ്തു. ഫസ്റ്റ് ഇവിടെ വരുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? ഫസ്റ്റ് വരുന്നത് ഒരു 20 ടൈംസ് ഒക്കെ ഞാൻ സ്മൂത്തനിങ് ചെയ്ത് പ്ലസ് കളറിങ്ങും ചെയ്ത്. കളറിങ് അതെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബ്രേക്കേജ് നല്ല ഭയങ്കര എന്താ പറയുക, ഭയങ്കര റഫായിരുന്നു, നല്ല ബ്രേക്കേജ് ഉണ്ടായിരുന്നു, സ്പൈറലായിരുന്നു, അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഒരു സ്മൂത്തനിങ് ചെയ്യാനുള്ള ഒരു കറേജ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അങ്ങനെയാണ് പോപ്പി എന്നോട് ബയോട്ടിൻ സജസ്റ്റ് ചെയ്തത്. അല്ല, ബയോട്ടിനാണ് സജസ്റ്റ് ചെയ്തത്. അന്ന് അത്രയും സിവിയർ ഡാമേജ്ഡ് ആയിരുന്നു ഹെയർ. അതെ അതെ അതെ. അപ്പം നമ്മൾ ഫസ്റ്റ് അത് ചെയ്തു. പിന്നെ അത് ചെയ്തപ്പോൾ എങ്ങനെ തോന്നി? അത് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു റിക്കവറി ഉണ്ടായിട്ടോ. അത് ചെയ്തിട്ട് ശരിക്ക് ആ ഒരു റഫ്നെസ് മാറി, ബ്രേക്കേജ് മാറി, റിക്കവറി ഉണ്ടായി. പിന്നെ മറ്റേ സ്മൂത്തനിങ് പോലെ അത് കുറേ ടൈം ലാസ്റ്റ് ചെയ്യില്ല, ബട്ട് സ്റ്റിൽ ഹെയർ ഹെൽത്തി ഹെയർ കുറച്ച് സ്ട്രോങ് ആയ ഒരു ഫീൽ വന്നു. ഒരു കുറച്ചൊരു വെയിറ്റ് ഒക്കെ ഒരു ബലം വെച്ചില്ലേ ഹെയറിന്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അത്ര റേറ്റിലോട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് സെക്കൻഡ് സിറ്റിംഗ് ബോട്ടോക്സ് ചെയ്തു. ബോട്ടോക്സും എനിക്ക് തോന്നിയിരുന്നു, നല്ലതായിട്ട് തന്നെ തോന്നിയിരുന്നു. ഇത് തേർഡ് ടൈം നമ്മൾ അഗെയിൻ ബയോട്ടിലേക്ക് തന്നെ വന്നു. അപ്പം എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഇയാളൊരു ഫീഡ്ബാക്ക്? ഇനിയിപ്പോൾ ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ബയോട്ടിനോ ബോട്ടോക്സോ മാത്രമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകും. സ്മൂത്തനിങ് ഇനി അഗെയിൻ ഇത് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഈ മുടിയിലേക്ക് ഇനി സ്മൂത്തനിങ് നമുക്ക് ചെയ്യാൻ പറ്റൂല. കാരണം ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് പഴയതിനേക്കാളും വേസ്റ്റ് ആയിട്ട് പോകും. അത്രയും അവസ്ഥയായിരിക്കും പിന്നെ ആ ഹെയറിൻ്റെ അവസ്ഥ. അപ്പം എങ്ങനെയുണ്ട് നമ്മളെ മൊത്തത്തിൽ എന്താ, ഞാൻ പിന്നെ ഇപ്പം അതിനുശേഷം സ്മൂത്തനിങ് ആ ബയോട്ടിൻ ട്രീറ്റ്മെന്റിന് ശേഷം പിന്നെ അതിന്റെ കറക്റ്റ് ടൈം ആകുമ്പോൾ ഓഫീസിൽ വരിക ചെയ്യുക, അതിന്റെ റുട്ടീനായി മാറി. അത്ര തന്നെ. ഹാപ്പി? ഡെഫിനറ്റ്ലി ഹാപ്പി എന്നാണ്. എനിക്ക് ശരിക്കും ഒരു എന്താ പറയുക, കോസ്മെറ്റിക് ചേഞ്ച് ചെയ്യുന്നതിനേക്കാൾ എനിക്കൊരു ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്ത പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഉണ്ടായത്. Can you suggest? ഡെഫിനറ്റ്ലി. കാരണം എനിക്ക് അത് സ്മൂത്തനിങ് അല്ലെങ്കിൽ ഞാൻ അഗെയിൻ വേറൊരു സ്ഥലത്ത് പോയിട്ട് സ്മൂത്തനിങ് പറഞ്ഞാൽ ദേ വിൽ ഡു സ്മൂത്തനിങ്. പക്ഷെ അതിന് പകരം ബ്രാദർ പോപ്പിൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സ്മൂത്തനിങ് ചെയ്യേണ്ട, ഇതിന് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രോബ്ലം വന്നത്, ഇത് ചെയ്യുമ്പോൾ ബയോട്ടിനാകുമ്പോൾ ഇതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ എഫക്ട്സ് ഉണ്ടാവും, അതിൻ്റെ അഡ്വാൻറ്റേജസ്, അതെല്ലാം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷമാണ് ഞാനത് ചെയ്തത്. ആൻഡ് ഐ ഗോട്ട് ദ സെയിം റിസൾട്ട് ഓൾസോ. സോ അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ കൺസൾട്ടിങ് കൂടെ പോപ്പി വളരെ ഭംഗിയായിട്ട് അതിൽ ചെയ്തിരുന്നു. സോ ഐ വിൽ ഡെഫിനറ്റ്ലി സജസ്റ്റ്. പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ കണ്ടത് പോപ്പിയുടെ ട്രെയിനിങ്, പോപ്പിക്ക് ഒരു ടീമിൻ്റെ ഒരു ട്രെയിനിങ് സെഷൻ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കതിൽ ഭയങ്കരമായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ പോപ്പി എല്ലാ ടീമിനെയും ആ ട്രെയിനിങ്ങിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് അവർ ശരിക്കും അതിൻ്റെ ഓരോ മെത്തഡോളജിയും സയൻറ്റിഫിക്കലി എങ്ങനെ അത് ചെയ്യുന്നതിൻ്റെ ബിഹൈൻഡുള്ള സയൻറ്റിഫിക് പാർട്ട് എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത്, ഈവൻ ഹെയർ വാഷിംഗ് മെത്തഡോളജി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇത് അപ്ലൈ ചെയ്യുമ്പം എങ്ങനെ ചെയ്യണം, എത്ര പീരിയഡ് നിൽക്കണം, അത് വളരെ സയൻറ്റിഫിക്കലി ഒരു എക്സ്പേർട്ട് ടീം വന്നിട്ട് എൻ്റെ ഒരു ടീമിനെ വെച്ചിട്ടൊരു ട്രെയിനിങ് ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ ശരിക്കും അവരെ നമ്മുടെ എക്സിസ്റ്റിംഗ് ഇവിടുത്തെ ടീം മെമ്പേഴ്സിനെ തന്നെ ശരിക്കും ആ നോളേജ് എൻഹാൻസ് ചെയ്യുന്നൊരു പാർട്ടാണ്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ യു വിൽ ഹാവ് മോർ കോൺഫിഡൻസ്. താങ്ക് യു സോ മച്ച്.